കൂലി ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ലോകേഷ് എന്നുള്ള ഒരു പേര് തന്നെയാണ് ഈ സിനിമയെ വലിയൊരു ഹൈപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് കാണുന്ന വലിയൊരു നെഗറ്റീവ് റിവ്യൂവിലേക്ക് എത്താനിടയാക്കിയ സാഹചര്യം ആ ഒരു പേര് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ലോകേഷ് ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സിനിമ ഈ രീതിയിലായിരിക്കും അല്ലെങ്കിൽ സിനിമ രീതിയിലാവണം എന്നുള്ള പ്രേക്ഷകൻ്റെ ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവമാണ് ഈ സിനിമയിലെ മോശം അഭിപ്രായത്തിന് കാരണമാക്കിയിട്ടുള്ളത്. ടൈപ്പ് കാസ്റ്റിങ്ങിന് ഇരയാക്കപ്പെട്ട ഒരു സംവിധായകനാണ് ലോകേഷ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ പേഴ്സണൽ ലിബർട്ടിക്ക് മേൽ വന്നു വീഴുന്ന ഒരു കുരുക്കാണ് ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ശാപമാണ്, ഒരു നിർഭാഗ്യമാണ്. ലോകേഷിൻ്റെ ഒരു സിനിമ കാണുന്ന സമയത്ത് തന്നെ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ സിനിമ കൈദി പോലെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വിക്രം പോലെ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു കമ്പാരിസൺ ആണ് ആദ്യം തന്നെ വരുന്നത്. കൈദിയിലും വിക്രമിലും കണ്ടതുപോലെയുള്ള ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു താരതമ്യം. ആ താരതമ്യം തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു മോശമായിട്ട് വന്നിട്ടുള്ളത്. ഇത് വളരെ മികച്ച ഒരു സിനിമയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഇതൊരു വളരെ മോശം സിനിമയുമല്ല. ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകൾ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ച് പോയ പ്രേക്ഷകന് നിരാശയുണ്ടായിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു മോശം സിനിമയാവുന്നില്ല. ലോകേഷ് മൂവി വിത്തൗട്ട് ലോകേഷ് ഫ്ലേവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനോ ഞെട്ടിക്കുന്ന പ്രകടനങ്ങളൊന്നും തന്നെ ഈ സിനിമയിലില്ല. പ്രേക്ഷകനെ വൈകാരികമായി ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു എലമെൻസും ഈ സിനിമയിലില്ല. അതുപോലെ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന രംഗങ്ങളോ ഒന്നും ഈ സിനിമയിലില്ല. എങ്കിൽ പോലും ഇതൊരു വളരെ മോശം സിനിമ എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല. ഒരു ആവറേജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സൗബിൻ്റേത് ഒരു മികച്ച പ്രകടനം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സൗബിൻ ഇതിനേക്കാൾ കൂടുതൽ കാലിബറുള്ള നടനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു പീസ് ഓഫ് കേക്ക് മാത്രമാണ്. അതുപോലെ നാഗാർജുൻ, അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം ആൻഡ് അപ്പിയറൻസ് അത് വളരെ മികച്ചതായി തോന്നിയിരുന്നു. മറ്റു എടുത്തു പറയേണ്ട പെർഫോമൻസുകളൊന്നും തന്നെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വിക്രം സിനിമയിൽ സൂര്യ ചെയ്തതുപോലുള്ള ഒരു ക്യാമിയോ ആയിരിക്കും സൽമാൻ ഖാൻ്റേത് എന്ന് കരുതി കാണാതിരിക്കുക. ഇതൊരു ഡയറക്റ്റഡ് ബൈ ലോകേഷ് എന്നാണെങ്കിൽ പോലും ഇതൊരു പുതിയ സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാതെ ഒരു പുതിയ സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഈ സിനിമ നിങ്ങളൊരിക്കലും നിരാശപ്പെടുത്തില്ല.